ഇതല്ലേ ഞാൻ പറഞ്ഞത്, മസാല പോവും നിങ്ങള് ക്വാളിറ്റി എന്ന് പറഞ്ഞാണ്ട് വാങ്ങും, അപ്പൊ ഇവിടെ നിന്ന് പിടിച്ചാൽ നിൽക്കൂല. ഹലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് 2 ഐറ്റം നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീനിൻ്റെ ഒരു മസാലയിൽ പുരണ്ട ഒരു ഐറ്റം, അതുപോലെ തന്നെ കാശ്മീർ പുലാവാണ്. റൈസ് ഉണ്ട്, കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, 2 ഐറ്റം വെജിറ്റബിൾ, സ്പ്രിംഗ് ഓണിയനും അതേപോലെ തന്നെ സെല്ലറിയും. ശിവ ഫോൺ ചാർജ് ചെയ്തിടാ. നമ്മൾ ആദ്യം മീനിന്റെ മസാല ഉണ്ടാക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരച്ചിട്ട് വരാം മിക്സിയിൽ. അത് 1 ടേബിൾ സ്പൂണ് പെരുംജീരകമാണ്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ട്, വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഇതിലേക്ക് ചുവന്ന മുളക് കുറച്ച് ചുടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട്. ഞാൻ അതിന് കാശ്മീർ പുലാവിനുള്ള സെല്ലറി, സ്പ്രിംഗ് ഓണിയൻ, ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ അരിയും. നമ്മൾ മീൻ മസാല ഇത് പുളിവെള്ളമാണ്. ഇതും കൂടി ഇതിൽ ഒഴിച്ചിട്ട് വേണം നമുക്കത് അരക്കാൻ. ഉപ്പിടാം. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഈ കാശ്മീർ പുലാവ് ഉണ്ടാക്കുന്നത്. കാരണം എന്നും ഒരു വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കുറച്ചായി വീഡിയോ ഇട്ടിട്ടല്ലേ? കുറച്ച് ടൈം വന്നു, കുറച്ച് തിരക്കായി പോയി. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പാന് സ്റ്റൗവിൽ വെക്കാം. അതെ, അപ്പം എന്നിട്ട് വെളിച്ചെണ്ണയാണ് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരച്ച മസാലയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ കത്തിക്കണല്ലേ? എണ്ണയിൽ പിന്നെ ഈ മസാല ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോഴല്ല കേട്ടോ, അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തീ കത്തിക്കുന്നത്. ഇതിൽ ഉപ്പുണ്ടോ നോക്കട്ടെ. ഈ ആപ്പിൾ ചെറുതായിട്ട് അരിയില്ല. കാശ്മീർ പുലാവുള്ള 1 ആപ്പിള്, പിന്നെ 1 അമേരിക്കൻ പിയർ, കുറച്ച് ഒരു 150 ഗ്രാം ബ്ലാക്ക് സീഡ്ലെസ് മുന്തിരിയാണ്. അപ്പോൾ നമുക്ക് അരി എടുത്തിടത്തിൽ 250. ഇടയ്ക്കിൽ അരിയില്ല. 2 കപ്പരി. 2 കപ്പരി. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണം. കുറച്ച് കറുത്ത മുന്തിരി, കുരുവില്ലാത്തത് കൂടി അരിയാം. ഫ്രൂട്ട്സ് കാശ്മീർ പുലാവ് ആകുമ്പോൾ അങ്ങനെയാണ്. കറുത്ത മുന്തിരി, പച്ചമുന്തിരി കിട്ടിയില്ല. സ്ട്രോബെറി ഉണ്ട്. ഇത് സ്ട്രോബെറി ഇട്ടൂടെ? അത് ഫ്ലേവർ വരും, എന്നാലും കുഴപ്പമില്ല. ചെറീസ് ഉണ്ട്. അമേരിക്കൻ പിയറാണ്. വെറൈറ്റി ആവട്ടെ. അപ്പോൾ ഏകദേശം ഒരു 750 ഗ്രാം വരുന്ന നമ്മളെ കരിമീനാണ്. ഓക്കെ, കരിമീൻ. അപ്പോൾ നോക്കേണ്ട വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് റൈസ് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് സെൽ അരിയാണ്. ഓക്കെ, മീനിൻ്റെ മേലൊക്കെ കുറച്ചിട്ട് കൊടുക്കല്ലേ? കുറച്ച് പണി ബാക്കി ചെയ്യണം. അപ്പോൾ എന്താ പറയുക, ഇന്ന് 6000 ഉറുപ്പ്യ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാ വാങ്ങിച്ചത്? 6000 ഉറുപ്പ്യ ഇതൊക്കെ സാധനങ്ങൾ വാങ്ങി. ഇത്ര ഒരു 1 കിലോ അരിയും സാധനങ്ങളൊക്കെ എത്ര തോന്നെ പൈസ എന്തിനാ? അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് നിങ്ങൾ പോകണ്ട, നമ്മൾ കൊണ്ടുവരാറ്. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും നമ്മൾ ബിസ്ക്കറ്റ് നോക്കിക്കാണ്ട് വാങ്ങുള്ളൂ. നമ്മൾ വാങ്ങിക്കുന്ന സാധനം വർഷങ്ങളാണോ ഉപയോഗിക്കണ്ടോ? നിങ്ങൾ വാങ്ങിക്കുന്ന സാധനം ഒരാഴ്ച ഉപയോഗിച്ചാൽ കളയാം. നിങ്ങൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാണ്ട് വാങ്ങും, അപ്പൊ ഇവിടെ നിന്ന് പിടിച്ചാൽ നിൽക്കൂല. ഇത് ഈ മറ്റൊരാധിക്കണം ഉണ്ടാവും അതൊരു ഭാഗം. പിന്നെ പറ്റുള്ളൂ ഈ മീനിന്റെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഈ ചട്ട എടുക്കുകയാണെങ്കിൽ പറയും ഫ്രൈപാൻ കേടരും, നോൺ സ്റ്റിക്ക് ആണ്. എടുക്കണം. ഓക്കെ, ഞാൻ മസാല പുറത്തേക്കും കുറച്ച് തേച്ച് കൊടുക്കല്ലേ? ഞാൻ ചട്ടകത്തിന്റെ കാര്യം പറഞ്ഞതേ, ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ഈ ഇല്ലാതെ കുക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഒച്ചയായിട്ട് ഓടിയായിരുന്നു. ചവിട്ടിയാ കുട്ടി ചാവില്ല എന്നുള്ള ഒരു പോളിസിയാണ് നിങ്ങളൊക്കെ.
അടുക്കളയ്ക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് പറയാ സിറില് കാണുന്നറിയില്ലേ അതുമാതിരിയാണ്. മല്ലിൻ്റെ ഇല ഇല ഇടുന്നുണ്ട്, വേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഫ്ലേവർ കിട്ടിക്കോളും. പച്ചമുളക് കീറി ഇടണോ? അത് വേണ്ട. വേണ്ട. കുറച്ചുകൂടി എണ്ണ ഒഴിക്കുക. ഏകദേശം ഒരു അരക്കിലോ അരിയല്ലേ ഉള്ളൂ. അരക്കിലോ 2 കപ്പ് അരിയുള്ളൂ. അപ്പോൾ അത് വെക്കാനുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രം. അപ്പോൾ നമുക്ക് പുലാവ് ഉണ്ടാക്കാനുള്ള മിൽമ നെയ്യ് കേട്ടോ. മിൽമ നെയ്യിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അതിന് മസാല ഉണ്ടാവില്ല ഇപ്പോൾ മറ്റേ. ഇപ്പോൾ മിൽമയുടെ നെയ്തൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഇതിലേക്ക് കുറച്ച് കറുകപ്പട്ട, ക്യാപ്സിക്കം ആദ്യം ഇടല്ലേ, അതിന്റെ നീര് വലിയ വേണ്ടിയിട്ട്. അപ്പൊ അരിഞ്ഞ് വെച്ച് ചുവന്ന ക്യാപ്സിക്കാണ്. ഓക്കെ. ബേലീഫ് ഉണ്ട് അതിക്ക്. ബേലീഫിന്റെ ആവശ്യമുണ്ടോ? ബേലീഫ് വേണ്ട. ഈ ക്യാപ്സിക്കം കിട്ടുമ്പോൾ ക്യാപ്സിക്കം നല്ല നീരുണ്ടാവും. അപ്പൊ ആദ്യം ഇതൊന്ന് വാടി എല്ലാം എടുത്ത് നീര് വെക്കണം. എനിക്കറിയാം, എന്നാലും നമ്മളൊന്ന് വെക്കുമ്പോൾ പറഞ്ഞല്ലേ. എന്റെ അത്ര പാരമ്പര്യം എനിക്ക് കാര്യത്തിലില്ലല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റൈലല്ലേ. അതെ. ഞാൻ 40 വർഷം ആയിരുന്നു. കാരണം 15-ാമത്തെ വയസ്സിൽ ഹോട്ടലിൽ പോയിട്ട് ചെയ്യൽ തുടങ്ങിയാണ്. പിന്നെ എന്റെ കൂടെ കൂടിയതിന് ശേഷം എനിക്ക് ടേസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഇറങ്ങി. എല്ലാവരും ഇപ്പൊ ഇതിങ്ങനെ ചെറുപ്പത്തിലെ പഠിച്ചു വരില്ല. പക്ഷെ ഞാൻ ആ മേഖലയിൽപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരൻ്റെ വാപ്പായതുകൊണ്ട് അങ്ങനെ അപ്പൊ നമ്മള് അതിന്റെ ശേഷം നമുക്ക് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇടട്ടെ? സ്പ്രിംഗ് ഓണിയൻ ഇട്ടുണ്ട്. ശരിക്കും ഫ്രൂട്ട്സ് നമ്മളെ റൈസ് ഇട്ടിട്ട് അതിന്റെ മേലിലാണ് ശരിക്കും ഇടുന്നത്. ഒരു പകുതി ക്യാരറ്റിന്റെ പകുതിയും കൂടി നമുക്ക് പിന്നെ കാശ്മീർ പുലാവിലേക്ക് ക്യാരറ്റ് ഇടണം കേട്ടോ. സത്യത്തിൽ ആദ്യം മറന്നു പോയതാണ്. മറന്ന് ചില സമയത്ത് നമുക്കൊരു അനുഗ്രഹമല്ല. കുറച്ച് മതി. പറഞ്ഞില്ല ഇപ്പോൾ ക്യാരറ്റില്ല. കാറ്ററിംഗ് തുടങ്ങിയ ആ കാലഘട്ടത്തിൽ 2008-2009 കാലത്ത് കാശ്മീർ പുലാവ് നമ്മളൊരു മെനുവിൽ വന്നു. അപ്പൊ കാശ്മീർ പുലാവ് എന്താന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോഴിക്കോട് ഐസൺ ഹോട്ടലിൽ പോയിട്ട് ഒരു കാശ്മീർ പുലാവ് ഓർഡർ ചെയ്തു. അവിടുന്ന് പഠിച്ചത്. അപ്പൊ ഇതിന്റെ ബാക്കിൽ അങ്ങനത്തെ ഒരു ചരിത്രം കൂടി ഉണ്ട്. അതിന് അതുപോലെ തന്നെ നമ്മളെ ഈ പുലാവും കാശ്മീർ പുലാവും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, പുലാവ് എന്ന് പറയുമ്പോൾ അതിൽ വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ. കാശ്മീർ എന്നുള്ള പേരും കൂടി ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് ഫ്രൂട്ട്സും കൂടി വരും. കുറച്ച് ഉപ്പിടും. അരി ഒഴിച്ച് പോയി ഉപ്പിട്ടിണോ? ഇത് നമ്മള് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഇന്ത്യ ഗേറ്റിന്റെ ആ വേവിച്ച വെജിറ്റബിളിലേക്ക് ഇടുന്നു. ഓക്കെ. ഒരു അരിമണി മമ്മൂട്ടിയുടെ സിനിമയിൽ പറഞ്ഞില്ല, ഒരു അരിമണി കളയാൻ പാടില്ല. അപ്പൊ നമ്മള് കാശ്മീർ പുലാവിനെ പറ്റി അറിയുന്ന കുറെ ആൾക്കാരുണ്ടാവും. അതില് മധുരവും സുഗന്ധ ദ്രവ്യങ്ങളുമാണ്. ശരിക്കും കാശ്മീരിലെ 18-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇതിന്റെ ഉത്ഭവം എന്നാണ് പിന്നീട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചു പറയുമ്പോൾ ഏകദേശം കുഞ്ഞുങ്ങളാണ്. ഞാൻ ആദ്യത്തെ ഹോട്ടലിൽ പോയിട്ട് പഠിച്ചു എന്ന് പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഇത് 18-ാം നൂറ്റാണ്ട് കാലത്തിലൊക്കെ കാശ്മീരിൽ ഉണ്ടായൊരു വിഭവമാണ്. ഇതിലേക്ക് നമ്മൾ പിന്നെ ഈ ഫ്രൂട്ട്സും അതേപോലെ തന്നെ നമ്മളെ സുഗന്ധദ്രവ്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്തി ഭക്ഷണം കൂടിയാണ് ഇത് എന്നാണ് പിന്നീട് ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്താ അതിന്റെ പേര്? അത് പിയാർ എന്ന് പറയും. പിയർ. ലാസ്റ്റ് നമ്മൾ ചെറീസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ച് നമ്മൾ ഈ റൈസും സെല്ലറി, ലാസ്റ്റ് നമ്മൾ സെല്ലറിയും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. സെല്ലറി കേട്ടോ. നല്ലൊരു കളർഫുള്ളായി വരും. ഇതൊക്കെ അങ്ങനെ കാഴ്ചക്ക് നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഇങ്ങനെ വേണം. ഇതിങ്ങനെ ബോളിലേക്ക് മാറി വരുമ്പോൾ നല്ല ടോപ്പായിരിക്കും. നിങ്ങൾക്ക് ഇപ്പം ഈ ഫിഷിൻ്റെ ചെറിയൊരു ഗ്രേവിയും കൂടെ ഉണ്ട് നമുക്ക് കഴിക്കാനായിട്ട്. ഈ കാശ്മീരി പുലാവുക്ക് അധികം ഈ ചിക്കനും മട്ടനൊക്കെ ആയിട്ടുള്ള ഐറ്റമാണ് ഉണ്ടാവാറുള്ളത്. മീൻ കൂട്ടിയിട്ട് ഇല്ല, ഇത് മറിച്ചിടണോ?
ഇതിന്റെ മറ്റേ ഭാഗം വന്നിട്ട് മറിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല. ഇതാകെ മൊത്തത്തിലൊരു 10 മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത് നമ്മളെ കുക്ക് ചെയ്യുമ്പോഴേ അതിന്റെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മീനാകുമ്പോൾ വളരെ പെട്ടെന്നാവും. ആട് കോഴി പുറത്തൊന്നും പോലല്ലോ, അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്, അതങ്ങനെ നിങ്ങൾക്കും പഠിക്കണം, മനസ്സിലായോ? നിൽക്കുന്നു വിട്ട് നിക്കട്ടെ. ഇതല്ലേ ഞാൻ പറഞ്ഞത്, മസാല പോവും സാധനം കിട്ടും. അയ്യോ ഓക്കെ, ഇത് വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതാണ് കാശ്മീർ പുലാവിന്റെ പ്രത്യേകത. ഫ്രൂട്ട്സ് ആ ടേസ്റ്റിൽ കഴിക്കാം. കാശ്മീരി പുലാവും ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ രാത്രി ഭക്ഷണം കുറച്ച് ആയിക്കോട്ടെ. അപ്പോൾ ആയിഷ സലീമിന്റെ ചാനൽ എല്ലാവരും എന്താണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.